നമ്മളങ്ങനെ മുരുടേശ്വര അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. നമ്മുടെ ഇത് നോക്കി, ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി, ഓൾമോസ്റ്റ് ഇവിടെ നിന്നുള്ള നല്ല അടിപൊളി വ്യൂ ആണ്. നമ്മുടെ മുരുടേശ്വര ശിവൻ്റെ സ്റ്റാച്ചു കാണുന്ന വ്യൂ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ എന്തോ പണി നടക്കുന്നുണ്ട് മുരുടേശ്വര. നമ്മളിപ്പോൾ സ്റ്റാച്ചുവിൻ്റെ സൈഡ് വന്നിട്ടുണ്ടേ, നോക്കട്ടെ. ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് ഓപ്പോസിറ്റ് സൈഡ് ആ ഗോപുരത്തിൻ്റെ ശരിക്കും പൂർണ്ണമായിട്ടുള്ള വ്യൂ. ഗൈസ്, അപ്പോൾ നമ്മൾ മൂകാംബിയിലാണ് ഉള്ളത്. ഇപ്പോൾ മൂകാംബിയിൽ നിന്ന് നേരെ മുരുടേശ്വരിക്കുള്ള യാത്രയാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 60-70 കിലോമീറ്റർ ഉണ്ട്. ഞാനും രഘുവും നമ്മുടെ മനുവും കൂടി ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 60-70 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ലോക്കൽ ബസ്സിൽ തന്നെയാണ് കേട്ടോ യാത്ര. ഇവിടെ നിന്നൊരു ബഡ്ജറ്റ് യാത്രയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മൾ മുരുടേശ്വരിയും കവർ ചെയ്തിട്ട് തിരിച്ച് നമ്മൾ നാട്ടിലേക്ക് പോകാനുള്ള പ്ലാനാണ് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് മുരുടേശ്വരിക്ക് പോകാം. ഈ ബസ്സിലാണ് നമ്മൾ ബൈന്ദൂർ പോകുന്നത്. ബൈന്ദൂരിൽ നിന്ന് ശരിക്കും വേണമെങ്കിൽ നമുക്ക് നാട്ടിലേക്ക് പോകുകയാണെങ്കിൽ തന്നെ അവിടെ നിന്ന് ബസ്സുണ്ട്. അല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ബൈന്ദൂരിൽ നിന്ന് മുരുടേശ്വരിക്ക് ഒരു 40 കിലോമീറ്റർ. നമുക്കൊരു ടാക്സി കിട്ടിയില്ല. നമുക്ക് ബൈന്ദൂരിൽ നിന്ന് മുരുടേശ്വരിക്ക് ഒരു ടാക്സി കിട്ടി. നമുക്ക് നേരെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് ഇറക്കി വിടാമെന്ന് പറഞ്ഞു. ഒരാൾക്ക് 150 രൂപയാണ് അവൾ പറഞ്ഞത്. കുഴപ്പമില്ല, എന്നാലും നമ്മൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണ്ടല്ലോ. നമ്മൾ മൂകാംബിയെ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ മുരുടേശ്വരയോട് കൂടെ പ്ലാൻ ചെയ്യുക. അപ്പോൾ ഒരു അടിപൊളി യാത്രയായിരിക്കും നമ്മുടെ മൂകാംബിയ മുരുടേശ്വര ട്രിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്നലെ ഓൾറെഡി മൂകാംബിയ പോയിരുന്നു. മൂകാംബിയ കുടജാത്രി ഓഫ് റോഡ് ജീപ്പ് സഫാരി, അങ്ങനെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു യാത്രയായിരുന്നു കേട്ടോ നമ്മുടെ മൂകാംബിയ കുടജാത്രി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ആരും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, മുകളിൽ പിന്നും ചെയ്യാം. അപ്പോൾ വീഡിയോ കാണാത്തവർ കാണാം. നമുക്ക് ഇവിടെ നിന്ന് മൂകാംബിയിൽ നിന്ന് മുരുടേശ്വരിലേക്ക് പോകാനായിട്ട് നമുക്ക് ബസ്സുണ്ട്, ടാക്സി അവൈലബിൾ ആണ്. ബസ്സാണെന്ന് പറഞ്ഞാൽ നമുക്ക് ബൈന്ദൂർ വരണം. ബൈന്ദൂരിൽ നിന്ന് ഒരുപാട് ബസ്സുകളും പോകുന്നുണ്ട്. പിന്നെ നമുക്ക് ഷെയർ ടാക്സികൾ കിട്ടും. നമ്മൾ ഷെയർ ടാക്സിയിലാണ് കേട്ടോ മുരുടേശ്വരിലേക്ക് പോകുന്നത്. ഇതാണ് കേട്ടോ മുരുടേശ്വരയുടെ എൻട്രൻസ്. നമുക്ക് ഇവിടെ ബസ്സിൽ വരികയാണെങ്കിൽ നമുക്ക് ഈ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ എടുത്തു കഴിഞ്ഞാൽ ഒരു 10, 30, 30 രൂപ 40 രൂപയാണ് തോന്നും ലാസ്റ്റ് ടൈം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു ഏകദേശം ഒരു 10-15 മിനിറ്റ് പോകാണ്ട്. അവിടെ എഴുതിയിട്ടുണ്ട് 2 കിലോമീറ്റർ എത്തിയിട്ടുണ്ട് മുരുടേശ്വര. നമ്മളങ്ങനെ മുരുടേശ്വര അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ മുരുടേശ്വര ടെമ്പിൾ. ബാക്കിൽ ശിവൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്, പ്രതിമയുണ്ട്. അതിൽ എന്തോ വർക്ക് നടക്കുന്നുണ്ട് തോന്നുന്നു കേട്ടോ. ഇവിടെ ബാക്കിൽ അത് കാണുന്നുണ്ട് നമുക്കിവിടെ. അങ്ങനെ നമ്മൾ മുരുടേശ്വര ടെമ്പിളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോവാണ്. ഇതാണ് അമ്പലത്തിൻ്റെ ഇതിനകത്ത് ഒരു ലിഫ്റ്റൊക്കെ ഉണ്ട്. നമുക്ക് ഇതിന് മുകളിലേക്ക് കയറാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് അതിലൊക്കെ കയറി നോക്കാം എന്തൊക്കെ കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുള്ളത്. നമുക്ക് ഇതിന് സൈഡിൽ കണ്ടില്ലേ, സൈഡിൽ ഫുള്ള് കടലാണ്. വെള്ളമൊക്കെ ഉള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല വ്യൂ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂ ആണ് കേട്ടോ. ഈ സൈഡും 2 സൈഡും, അതായത് മുരുടേശ്വര എന്ന് പറയുന്ന ഒരു സെൻറ്ററിലാണ് കിടക്കുന്നത്. അതിൻ്റെ 2 സൈഡിലും നമുക്ക് കടലാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ ഒരു ചെറിയ അമ്പലമായിട്ടുണ്ട്. അമ്പലത്തിനകത്ത് കയറാൻ പറ്റുമെന്ന് അറിയില്ല, എന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ ടൈമിംഗ് ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ ലിഫ്റ്റിൻ്റെ. 7 മണി ടു 12:30, 3 മണി ടു 7 മണി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. 2 ലിഫ്റ്റ് ഉണ്ട്. മുതിർന്നവരാണെങ്കിൽ 20 രൂപ, ചിൽഡ്രൻസ് ആണെങ്കിൽ 10 രൂപ കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് നേരെ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് പോവാം. നമുക്ക് നോക്കി ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി. ഇതാണ് അടുത്ത ഇവിടുത്തെ മെയിനായിട്ടുള്ള ക്ഷേത്രം എന്ന് പറയുന്നത്. നമ്മളിതിപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് കുറേ കടലിൻ്റെ നല്ല വ്യൂസൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ നോക്കിയോ. ഇവിടെ നിന്ന് അടിപൊളിയായിട്ട് കടലിൻ്റെ വ്യൂ കാണാൻ പറ്റും. അമ്പലത്തേക്ക് പ്രവേശിക്കാനുള്ള ആളുകളുടെ ക്യൂ ആണ് കേട്ടോ അത് നിൽക്കുന്നത്. ഭയങ്കര എല്ലാവിടെ പോകുമ്പോഴും ഭയങ്കര തിരക്കാണ്. ഇപ്പം എന്താ സംഭവം എന്ന് അറിയത്തില്ല. ഞായറാഴ്ച ഇതുകൊണ്ടാണല്ലേ.
നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ ഇതൊരു ഗോപുരം പോലെ തോന്നുകയാണെങ്കിൽ നമ്മൾ അകത്ത് പോയി കഴിഞ്ഞാൽ നെട്ടിപ്പോവും. അകത്ത് ലിഫ്റ്റിൻ്റെ ഫെസിലിറ്റി ഉണ്ട്, സ്റ്റെയർ കേസ്, അങ്ങനെ ഒരു 18 നിലയുള്ള ഫ്ലോറായിട്ടാണ് അവരിത് ഈ ഗോപുരത്തിനെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതൊക്കെ വല്ലാത്തൊരു കാഴ്ച തന്നെയാണ്. നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇതിന് ടിക്കറ്റ് എടുത്ത് വേണം നമുക്ക് മുകളിലേക്ക് കയറി പോകാനായിട്ട്. അഡൾട്ട്സിനാണെങ്കിൽ 20 രൂപയും ചിൽഡ്രൻസിനാണെങ്കിൽ 10 രൂപയാണ് കേട്ടോ ഇവിടുത്തെ എൻട്രി ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ എൻട്രി ഫീസൊക്കെ എടുത്ത് മുകളിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഏകദേശം 18 നില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കിയാൽ നല്ലൊരു വലിയൊരു ബിൽഡിങ്ങിൻ്റെ ഒരു ഇതായിപ്പോയി, ബിൽഡിങ്ങിൻ്റെ ആ ലെവലായിപ്പോയി ശരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ മുകളിലേക്ക് പോകാണ്ട് നമ്മൾ ഓൾറെഡി ടിക്കറ്റും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. നമുക്ക് മുകളിൽ നിന്ന് പോയി മുകളിൽ നിന്നുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഇവിടെ നിന്ന് നമുക്കൊരു 2-3 വ്യൂ കാണാൻ പറ്റുന്നുണ്ടോ? നമുക്കിത് ആ കാണുന്നൊരു ഫസ്റ്റ് വ്യൂ ആണ് നമ്മുടെ ഇത്. നോക്കി ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി, ഓൾമോസ്റ്റ് ഇവിടെ നിന്നുള്ള നല്ല അടിപൊളി വ്യൂ ആണ്. കുറേ മീൻ പിടിക്കുന്ന ബോട്ടുകളൊക്കെ ഉണ്ട്. ആൾക്കാർ പാതി വരെ പോയിട്ടുണ്ട് ഈ ഭാഗത്ത്. വെള്ളം നല്ല വെള്ളം കുറവാണല്ലേ? പക്ഷേ അല്ലേ പാതി വരെ വെള്ളം കുറവാണല്ലേ? വെള്ളം കുറഞ്ഞാണ് നമുക്ക് സംഭവം കേട്ടത്. ഈ ഭാഗത്തൊക്കെ നിറയെ ആൾക്കാർ പിടിക്കുന്നുണ്ട്. അങ്ങോട്ടൊക്കെ ഇറങ്ങി അടിപൊളിയായിരിക്കും തോന്നുന്നു. നമ്മുടെ മുരുടേശ്വര ശിവൻ്റെ സ്റ്റാച്ചു കാണുന്ന വ്യൂ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ എന്തോ പണി നടക്കുന്നുണ്ട് മുരുടേശ്വര ആ ഇതിനകത്ത്. കണ്ട ആ ഭാഗത്ത് മൊത്തം സ്കഫോൾഡിങ് ഇട്ട് വെച്ചിരിക്കുന്നുണ്ടല്ലേ, അവിടെ എന്തോ വർക്ക് നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പെയിൻറ്റിങ് വർക്ക് ആവാനാണ് ചാൻസ് കേട്ടോ. നമുക്ക് ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. നമുക്ക് ഫുള്ള് കടലിൻ്റെ സൈഡിലായിട്ട് ഒരു ശിവൻ്റെ വലിയൊരു സ്റ്റാച്ചു. ഭയങ്കര അട്രാക്ഷനാണ് കേട്ടോ ഇത് കാണാൻ തന്നെ. പെയിൻറ്റിങ് ഒക്കെ ചെയ്യാനാണ് തോന്നുന്നു എനിക്ക് ഇത് ചെയ്തിരിക്കുന്നത്, സ്കഫോൾഡിങ് ഇട്ടിരിക്കുന്നത്. ഇവിടെ കുറേ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ റൂമൊക്കെ എടുത്ത് ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റൊക്കെ ഒരു ഭയങ്കര പ്രത്യേക വൈബ് തന്നെ ആയിരിക്കും. നമുക്ക് ഇവിടെ നിന്ന് ഇവിടെയൊക്കെ റിസോർട്ടൊക്കെ എടുത്ത് റൂമൊക്കെ എടുത്ത് സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞാൽ. ഇതിപ്പോൾ നമ്മൾ 18ാമത്തെ ഫ്ലോറിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. നോക്കി എന്ത് അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് നോക്കി. ഇത് ഇവിടെ നിന്ന് അത് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ലൈനോട് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഗോകർണയൊക്കെയാണ് കേട്ടോ. ഇവിടെ നിന്നുള്ള ആ ഒരു ലാസ്റ്റ് എൻഡ് എന്നൊക്കെ പറയുന്നതൊക്കെ ഗോകർണയുടെ ഭാഗങ്ങളൊക്കെയാണ്. നമുക്ക് ഇവിടെ നിന്ന് നമുക്കിനി ഇവിടെ നിന്ന് കുറച്ച് കിലോമീറ്റർ തന്നെ ഉള്ളൂ ഗോകർണയ്ക്ക്. ഓക്കെ, ഇവിടെ നോക്കി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ലാസ്റ്റ് ടൈം വരുന്ന സമയത്ത് ഇവിടെ കുറേ മറ്റ് വാട്ടർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ എനിക്ക് വെള്ളത്തിൻ്റെ ഇത് കൂടുതലായതുകൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. ഇവിടെ ഒന്നും കാണുന്നില്ല, നമുക്ക് വാട്ടർ ആക്ടിവിറ്റീസിൻ്റെ കാര്യങ്ങളൊന്നും കാണുന്നില്ല. നമുക്ക് താഴെ പോയി നോക്കാം. നമുക്ക് ഇവിടെ വഴിയാണ് നമ്മൾ വന്നത്. തിരിച്ച് നമ്മൾ റിട്ടേൺ പോകുമ്പോഴും ഇവിടെ നിന്ന് അങ്ങോട്ട് തന്നെ പോകണം കേട്ടോ. നമ്മളിപ്പോൾ സ്റ്റാച്ചുവിൻ്റെ സൈഡ് വന്നിട്ടുണ്ടേ. നോക്കട്ടെ, ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് ഓപ്പോസിറ്റ് സൈഡ് ആ ഗോപുരത്തിൻ്റെ ശരിക്കും പൂർണ്ണമായിട്ടുള്ള വ്യൂ കാണാൻ പറ്റത്തുള്ളൂ. ഇവിടെ നിന്ന് നോക്കിയേ, ഇവിടെ നോക്ക് ബീച്ചും കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ബീച്ചിൽ ഇന്ന് ഒരു വാട്ടർ ആക്ടിവിറ്റീസും ഇല്ല. എന്താ സംഭവം എന്നറിയത്തില്ല, മഴയുള്ളതുകൊണ്ടാണോ എന്നറിയില്ല. ആളാണ് കേട്ടോ ഡോക്ടർ RN ഷെട്ടി എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ ആളാണ് ഇവിടെ ഈ മുരുടേശ്വര ഈ വിഗ്രഹവും ഈ ഒരു സ്റ്റാച്ചുവും ഈ ഒരു ഗോപുരവും ഇതൊക്കെ ഉണ്ടാക്കിയത് ആളാണ് കേട്ടോ. ആളുടെ നേതൃത്വത്തിലാണ്. ഇവരുടെ ട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതിന് മുമ്പ് ഇവിടെ ചെറിയൊരു അമ്പലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് ഈ ഡെവലപ്മെൻറ്റൊക്കെ കൊണ്ടുവന്നത്. അവിടെ ആ ഹോട്ടലിൽ ഇരുന്ന് ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര രസമാണ്. ഓക്കെ, അവിടെ നിന്ന് ആ മേൽഭാഗത്ത് പോയിരുന്ന് ഫുഡ് കഴിക്കാം കേട്ടോ. അവിടെ നിന്ന് കടലിൻ്റെ വ്യൂ ഒക്കെ സൂപ്പറായി കാണാൻ പറ്റും നമുക്ക്. ബീച്ചിലേക്ക് ഇറങ്ങാൻ അലൗഡ് ചെയ്യുന്നില്ല കേട്ടോ. നോക്കി, ഇവിടെ വെള്ളം കൂടുതലായതുകൊണ്ടാണോ ബീച്ചിലേക്ക് ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല ഇപ്പോൾ. ആരും ഇറങ്ങിയിട്ടില്ല, ആരും ഇറക്കുന്നുമില്ല. അവിടെ പോലീസ് നിൽക്കുന്നുണ്ട്. നമുക്കിവിടെ കുറേ ചെറിയ ഷോപ്പുകളുണ്ട് കേട്ടോ. ടീഷർട്ടുകൾ നമുക്ക് ഗോവയിൽ കിട്ടുന്ന പോലത്തെ ഉള്ള കുറേ മുരുടേശ്വരയുടെ ടീഷർട്ടുകളൊക്കെ നമുക്കിവിടെ കിട്ടും. ഇതിനകത്ത് കുറേ ഷോപ്പുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇതിനകത്ത് കൂടെ പിന്നെ ഇവിടെ ഒരു ലോക്കൽ മാർക്കറ്റ് കൂടി ഉണ്ട്. നമ്മൾ ലാസ്റ്റ് ടൈം വന്ന സമയത്ത് ആ ലോക്കൽ മാർക്കറ്റിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ സമയമില്ല, നമ്മളൊരു 5:30ക്കുള്ള ട്രെയിനിൽ തിരിച്ച് മാംഗ്ലൂർ പോകാനുള്ള പരിപാടിയാണ്. മുരുടേശ്വരിൽ നിന്ന് നേരെ നമ്മൾ മുരുടേശ്വര റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഏകദേശം 2 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ഓട്ടോ എടുത്തു, നടക്കാൻ വയ്യ, അതുകൊണ്ട് ഓട്ടോ എടുത്തു. 60 രൂപയാണ് കേട്ടോ അവിടെ നിന്ന് മുരുടേശ്വര റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ചാർജ് എന്ന് പറയുന്നത്.
ഇവിടെ ഒരു ചെറിയ മാർക്കറ്റ് ഉണ്ട് നമുക്ക് ഒരു സമയമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രസമായിരിക്കും ഇവിടെയൊക്കെ കറങ്ങാനായിട്ട്. അങ്ങനെ നമ്മുടെ മൂകാംബിക മുരുഡേശ്വര യാത്ര അവസാനിച്ച് നമ്മൾ തിരിച്ചിട്ട് നാട്ടിലേക്കാണ്. മൂകാംബിയുടെ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് പറഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ യാത്രാ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.